ടി പി കേസിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ഇവിടെ ടി പി കേസ് എന്ന് പറയുന്നത് കേരളത്തിൽ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്നുള്ള ആ ഒരു ലാർജർ പിക്ചർ നമ്മൾ മാറ്റിവെച്ച് ടി പി കേസിലേക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ മറ്റൊരു രാഷ്ട്രീയ കൊലപാതകങ്ങൾ പോലെയല്ല ടി പി കേസിൽ സംഭവിച്ചത് എന്നുള്ളത് ഉണ്ണി സാർ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇവിടെ ടി പി കേസിൽ എന്താണ് സംഭവിച്ചത്? നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ടി പി ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊല്ലുന്നത്. കൊന്നു തള്ളുകയാണ്, വഴിയിൽ കൊന്നു തള്ളുകയാണ്, ആസൂത്രിതമായി കൊട്ടേഷൻ ഏൽപ്പിച്ച് കൊന്നു തള്ളുകയാണ് ചെയ്തത്. അതും ഒരു കാലത്ത് ടി പി ചന്ദ്രശേഖരൻ എന്ന നേതാവ് തൻ്റെ ചോര നീരാക്കി പണിയെടുത്തുണ്ടാക്കിയ ഒരു പാർട്ടിയാണ് അങ്ങനെ ചെയ്തത് എന്നതുകൂടിയാണ് ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇടഞ്ഞു കഴിഞ്ഞാൽ, പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വെട്ടിക്കൊല്ലും, അതേ ഭീഷണിയാണ് നമ്മൾ അടുത്ത ഘട്ടത്തിൽ വരാൻ പോകുന്ന വിഷയത്തിൽ മനു തോമസിന് നേരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ടി പി ആണോ മനു തോമസ് എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. കാരണം ആ രീതിയിലുള്ള ഭീഷണിയാണ് ഇന്ന് മനു തോമസിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. ടി പിക്കെതിരെ സമാനമായിരുന്നു. ടി പി പാർട്ടിയിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം നടത്തിയ നീക്കങ്ങൾ രഹസ്യമായിരുന്നെങ്കിൽ ഇന്ന് പരസ്യമായി അങ്ങനെ ചെയ്യാൻ, കൊട്ടേഷൻ ടീമിനെ കൊണ്ടു നടക്കാൻ, കൊട്ടേഷൻ ടീമിന് ആളും അർത്ഥവും കൊടുക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയായി CPI മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ. തമാശയായിട്ട് പലരും പറയും CPM-നെ വിമർശിച്ചാൽ ഇന്നോവ വന്ന് തിരിയുമെന്ന്. ഈ അന്നത്തെ ഇന്നോവ ഇപ്പോഴും ആളുകളുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ കേരള മനസാക്ഷി അത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരൻ കൊലപാതകം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഹൈക്കോടതി ഈ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കരുതെന്ന് പറഞ്ഞത്? അത് ഈ കുറ്റകൃത്യത്തിൻ്റെ ഒരു കാഠിന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. അതായത് സമൂഹത്തിന് ഒരു സന്ദേശം കൊടുക്കുന്ന വിധിയായിരിക്കണം എന്ന് ഉറപ്പിക്കാനാണ് ശിക്ഷാ ഇളവ് കൊടുക്കരുതെന്ന് പറഞ്ഞത്. അപ്പോൾ കോടതി ശിക്ഷാ ഇളവ് കൊടുക്കരുത് എന്ന് പറഞ്ഞ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാനായി ബിഹൈൻഡ് ദ കർട്ടൻ ഒരു നീക്കം സർക്കാർ നടത്തിയിട്ടുണ്ടെങ്കിൽ സർക്കാർ ആർക്കൊപ്പമാണ്? ഒരുപാട് വളച്ചുകെട്ടലുകളോ വിശേഷണങ്ങളോ വേണ്ട. സർക്കാർ ടി പി കേസിലെ പ്രതികൾക്കൊപ്പമാണ്. അവർ ഈ സർക്കാരിൻ്റെ CPIM-ന്റെ സ്വന്തം പ്രതികളാണ്, സ്വന്തം കൊട്ടേഷൻ ടീമാണ്. അതാണ് അവിടെ വ്യക്തമായിട്ടുള്ള കാര്യം. അതിനകത്ത് ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഈ 4, 5, 6, 11 ഈ പ്രതികളുടെ പേര് പറഞ്ഞ് മുഹമ്മദ് ഷാഫി 4-ാം പ്രതി, അണ്ണൻ സുജിത്ത് 5-ാം പ്രതി, TK രജീഷ് 6-ാം പ്രതി, ട്രൗസർ മനോജ് 11-ാം പ്രതി, ഈ പ്രതിയുടെ എത്രാമത്തെ പ്രതിയാണെന്നുള്ളതോ അല്ലെങ്കിൽ ഈ പ്രതിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളതോ എന്നതിനപ്പുറം പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരാണ് ഈ 4 പേരും. ഈ 4 പേരും പുറത്തിറങ്ങി സുഖജീവിതം നയിച്ചേ പറ്റൂ. അത് പാർട്ടിക്ക് നിർബന്ധമാണ്. അല്ലാതെ ഈ ജയിൽ സൂപ്രണ്ട് അടക്കം, ജയിൽ സൂപ്രണ്ടിനെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥരടക്കം 3 പേര് ഈ 4 പേർക്ക് വേണ്ടി ഇത്രയും വഴിവിട്ട ഇടപെടലുകൾ നടത്തുമെന്ന് ആരാണ് വിശ്വസിക്കുക? ഒരു കൊച്ചു കുഞ്ഞിനോട് പറഞ്ഞാൽ അത് വിശ്വസിക്കുമോ? ആരെയാണ് പറഞ്ഞു പറ്റിക്കാനായി മുഖ്യമന്ത്രിയും ടീമും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്നിപ്പോൾ ദില്ലിക്ക് പോകണമായിരുന്നു മുഖ്യമന്ത്രിക്ക്, അതുകൊണ്ട് നിയമസഭയിൽ വന്നില്ല. ശരി, അംഗീകരിക്കുന്നു. സ്പീക്കറോ? സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കറെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് ഈ സബ്മിഷൻ വന്നപ്പോഴേക്കും നൈസായിട്ട് ചേംബറിലേക്ക് പോയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറയേണ്ട മറുപടി ആരാ പറഞ്ഞത്? സ്പീക്കർ. എല്ലാവർക്കും ബന്ധമുണ്ട്, അത് കേരളം കണ്ടതാണ്. ഇനി ആരോടാണ് മറച്ചു വെക്കുന്നത്? ആരോടാണ് ഇല്ലെന്ന് പറയുന്നത്? കൃത്യമായ ബന്ധമുണ്ട്. മാനസാന്തരം വന്നു എന്നാണ് പറഞ്ഞത്. അയൽക്കാരനായതുകൊണ്ട്, അയൽവക്കത്തൊരു കല്യാണം നടന്നാൽ പോണം, പ്രതിയാണെങ്കിലും പോകാതിരിക്കരുത്. പക്ഷേ അതിനുശേഷവും വർഷങ്ങൾക്ക് ഇപ്പുറവും ഈ ന്യായീകരണം കാണുമ്പോഴാണ് 2012 ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം സംഭവിക്കുന്നത്. ആ ടി പി ചന്ദ്രശേഖരൻ്റെ വിധവ KK രമ ഇന്ന് നിയമസഭയിലുണ്ട്. അവരാണ് അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്? സ്ത്രീകൾക്കൊപ്പമാണ്, സ്ത്രീപക്ഷ സർക്കാരാണ്. KK രമ എന്താ സ്ത്രീയല്ലേ? KK രമയോട് എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? KK രമയ്ക്ക് സ്വന്തം ഭർത്താവിനെ വെട്ടിക്കൊന്ന വിഷയം ചർച്ച ചെയ്യുന്നതിനായി അതിലുണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഗുരുതരമായ ഒരു ക്രമക്കേട് ചർച്ച ചെയ്യുന്നതിനായി ആ വിഷയം അടിയന്തര പ്രമേയമാക്കി പ്രതിപക്ഷം ഒന്നടങ്കം അത് കൊണ്ടുവരുമ്പോൾ, അത് KK രമ അവതരിപ്പിക്കുമ്പോൾ, ഉണ്ണിസാറിന് അറിയാമല്ലോ, ഈ ഒരാൾ കൊല്ലപ്പെട്ടു, ഒരു രാഷ്ട്രീയ നേതാവ് കൊല്ലപ്പെട്ടതിന് ശേഷം അയാളുടെ ഭാര്യ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് അവർ സ്വന്തം ഭർത്താവിൻ്റെ കൊലപാതകികളെ വിട്ടയക്കാനുള്ള സർക്കാരിൻ്റെ നീക്കത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇതുവരെ വേറെ അടിയന്തര പ്രമേയം വന്നതായി എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ ഇത് ചരിത്രമാണ്. അങ്ങനെ ഒരു കാര്യം അവർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ സർക്കാർ അത്രയും വഴിവിട്ട നീക്കം നടത്തിയത് കൊണ്ടാണ്. വഴിവിട്ട നീക്കത്തെ വഴിവിട്ട നീക്കം എന്ന് തന്നെ പറയണം. ഈ വിഷയത്തിൽ ആരാണ് KK രമയ്ക്കൊപ്പം നിന്നുകൊണ്ട് ഈ ഉപജാപക സംഘമായിട്ട് പ്രവർത്തിക്കുന്നത്? അങ്ങനെ മാധ്യമങ്ങളെയും വ്യക്തികളെയും ഒക്കെ പഴിചാരി CPIM എങ്ങോട്ടാണ് രക്ഷപ്പെടാൻ പോകുന്നത്? ഈ തെറ്റ് നിങ്ങൾ തിരുത്തിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ തെറ്റായി ഇത് മാറും എന്നുള്ളതാണ്. അതിന് VD സതീശനെന്ന് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പ്രതിപക്ഷം ചെയ്യേണ്ട ധർമ്മം കൃത്യമായി പ്രതിപക്ഷം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ പിന്തുണയ്ക്കണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. ഇവിടെ കൃത്യമായി ക്രിമിനൽ സംഘം ഉണ്ട് എന്നുള്ളതും ആ ക്രിമിനൽ സംഘത്തിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത് CPIM ആണ് എന്നുള്ളതും ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ കാര്യമാണ്. അത് ഈ നീക്കം ഇപ്പോൾ നടത്തുമ്പോൾ മന്ത്രി MV രാജേഷ് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, ശിക്ഷാ ഇളവിന് നീക്കമില്ല. അപ്പോൾ പിന്നെ ഇതുവരെ കണ്ടതൊക്കെ എന്താ? സ്വപ്നമാണോ? ഈ രേഖകളൊക്കെ എന്താ? ആരെയാണ് ഈ പറഞ്ഞ് അങ്ങനെയൊന്നില്ല, പുകമറയാണ്, മറ്റാരോ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത്? ജയിൽ മേധാവിയല്ല, ജയിൽ DGP
അദ്ദേഹം തന്നെ ബൽറാം കുമാർ ഉപാധ്യായ കൃത്യമായി പറഞ്ഞതല്ലേ. അത് ആസാദി കാ അമൃത് മഹോത്സവിന്റെ 2022-2023 കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ശിക്ഷാ ഇളവ് നൽകുന്നതിനായി ഏർപ്പാടാക്കിയ പദ്ധതിയായ ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള 1000 മേൽ ആളുകളെ വിട്ടയക്കുന്ന പട്ടികയിൽ പെട്ടുപോയ ആളുകളിൽ ഈ 3 പേരും വന്നിട്ടുണ്ട്. അതാണ് അപ്പോഴത്തെ ന്യായം. അന്ന് ഹൈക്കോടതി വിധിയില്ലല്ലോ, പക്ഷേ ആ ന്യായവും പൊളിഞ്ഞ് പാളീസായിപ്പോയി. ജയിൽ സൂപ്രണ്ട് സ്വന്തമായി എടുത്ത തീരുമാനം, ജയിൽ സൂപ്രണ്ട് ഇത് തിരുത്താൻ തയ്യാറല്ല. വീണ്ടും പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് കെ രമയ്ക്ക് ഈ വിവരങ്ങൾ തേടിക്കൊണ്ട് ഇരയുടെ ബന്ധുക്കളെ കോൺടാക്ട് ചെയ്യണം എന്നുള്ള ആ കൃത്യമായ പ്രൊസീജിയറിലേക്ക് കടക്കുകയാണ്, നടപടിക്രമത്തിലേക്ക് കടക്കുകയാണ്. എന്നിട്ടും ശിക്ഷാ ഇളവിന് നീക്കമില്ല, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ സബ്മിഷനിലൂടെ പ്രതിപക്ഷ നേതാവ് വന്ന് പറയുമ്പോഴാണ്, അതുവരെ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത് മുഹമ്മദ് ഷാഫിയും അണ്ണൻ സുജിത്തും ടി കെ രജീഷും മാത്രമാണ്. ഈ ട്രൗസർ മനോജ് കൂടി ഇന്ന് ചിത്രത്തിലേക്ക് വരികയാണ്. 4 പേർക്ക് ചൊക്ലി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കെ രമയ്ക്ക് കഴിഞ്ഞ ദിവസം മനോജിന്റെ പേര് അതിനകത്ത് ആ ലിസ്റ്റിലുണ്ടായിരുന്നു, പക്ഷേ ട്രൗസർ മനോജ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല. അതെ. അപ്പൊ ഇന്നലെ അത് താഴെയായിരുന്നു, പക്ഷെ മനോജിന്റെ പേരൊക്കെ കാണുന്നുണ്ട് നമ്മൾ അതിനകത്ത്. പക്ഷേ ട്രൗസർ മനോജ് ആണ് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നില്ല. ഇന്നലെ കെ രമയെ രാത്രി 7 മണിക്ക് 7:30 അല്ലെ ചൊക്ലി സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് മനോജിനെ വിട്ടയക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം ആരായുമ്പോഴാണ് ട്രൗസർ മനോജും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അറിയുന്നത്. അപ്പൊ ആർത്തിൽ 4 പേരെ പുറത്തേക്ക് കൊണ്ടുവരുന്ന നീക്കം തന്നെയാണ് നടന്നിരുന്നത്. അതെ. അപ്പോൾ 3 പേരുടെ പേര്, ആ 3 പേര് നമുക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആണ്. മനോജ് എന്ന് മാത്രമായിരിക്കും ഈ ട്രൗസർ മനോജ് ആണ് അതെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ 4 പ്രതികളെ, ഈ കൊലയാളി സംഘാംഗങ്ങളെ വിട്ടയക്കുന്നതിന് സർക്കാർ കാണിച്ച ആ ഒരു തിടുക്കവും ആ ഒരു ഊർജ്ജസ്വലതയൊക്കെ എന്നെ ഹഠാത് ആകർഷിച്ചു. ഒരു സർക്കാർ എന്നൊക്കെ പറഞ്ഞാൽ, ഒരു പാർട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾക്ക് വേണ്ടി കൊല്ലാനും ചാകാനും നിൽക്കുന്ന ആളുകളെ ഇങ്ങനെ വേണം പ്രൊട്ടക്ട് ചെയ്യാൻ. ഇതാണ് പ്രൊട്ടക്ഷൻ. കേരളം കണ്ടു, കേരളത്തിന് മനസ്സിലായി, അതാണ് ഇവിടെ സംഭവിച്ചത്. 1 മാസം മുൻപ് ശിക്ഷാ ഇളവ് തേടി ഈ TP കേസ് പ്രതികളൊക്കെ ഹൈക്കോടതിയെ സമീപിച്ചായിരുന്നു. ഹൈക്കോടതി അപ്പോൾ തന്നെ അതെടുത്തങ്ങ് കളഞ്ഞു, തള്ളി. അതും സർക്കാർ കണ്ടതാണ്. ഈ കാര്യങ്ങളെല്ലാം കണ്ടിരുന്നിട്ടാണ് നിയമമന്ത്രി നമ്മുടെ മുന്നിൽ വന്ന് എന്താണ് പറഞ്ഞത്? പി രാജീവ് വന്നിട്ട് അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ആര് നീക്കം നടത്താനാണ്, അതൊക്കെ പറ്റുമോ, നിയമപരമായിട്ട് ഇതൊക്കെ നിലനിൽക്കുമോ എന്ന തരത്തിലുള്ള ന്യായീകരണങ്ങൾ വരുന്നു. അതിനുശേഷവും കെ രമയ്ക്ക് ചൊക്ലി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോള് പോയിട്ടുണ്ട് എങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. ഇനി മൊഴിയെടുക്കാൻ പോയ പാവം പോലീസുകാർക്കെതിരായിരിക്കും അടുത്ത. ഇതിനകത്തൊരു പ്രശ്നം എന്താ പറയുക സുജയ, ഇതിനകത്ത് ഇപ്പം ഞാൻ ഒറ്റ വരി പറഞ്ഞ അവസാനം, ഒറ്റ വരെയുള്ളൂ. അതായത് ഈ കേസിൽ അതിനകത്ത് എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും തിരിച്ചോ മറിച്ചോ ഒന്നും പറയാനില്ല. നിയമപരമായി, അതായത് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്, വേറെ ഒന്നും നോക്കണ്ട, രാഷ്ട്രീയമോ ഒന്നും നോക്കണ്ട, പ്രതിപക്ഷത്തെ ഒന്നും നോക്കണ്ട, നിയമപരമായി നിലനിൽക്കില്ല എന്നറിഞ്ഞിട്ടും ഹൈക്കോടതി ഉത്തരവ് മുന്നിലായിട്ടും ഇങ്ങനെ ഒരു നീക്കവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ, CPIM അതിന് ഒപ്പം നിന്നിട്ടുണ്ട് എങ്കിൽ ഈ പ്രതികൾക്കൊപ്പമാണ് സർക്കാർ, ഇരയായ കെ രമയ്ക്കൊപ്പമല്ല എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. Meet the editors.